ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പുതിയൊരു ഹോം ടൂർ വീഡിയോ ആയിട്ടാണ്. മാഷാ അല്ലാഹ്, കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. നമ്മൾ ഒറ്റയടിക്കൊക്കെ നമ്മുടെ മനസ്സ് കീഴടക്കിയെന്ന് പറയില്ല, ആ ഒരു ലുക്കിലുള്ള വീടാണ്. കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. വൈറ്റ് വുഡ് കളർ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത്. വീടിൻ്റെ ഗേറ്റ് വന്നുള്ളത് GI പൈപ്പിലാണ്. ഒരു ബ്ലാക്ക് കളർ, ഒരു വുഡൻ യെല്ലോയിഷ് കളറിലാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ സ്ലൈഡിങ് എന്ന ആ ഒരു ഗേറ്റാണ് വന്നുള്ളത്. മുറ്റത്തൊക്കെ ബേബി മെറ്റലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പാലക്കാട് ജില്ലയിലാണ് ഈ ഒരു വീട് വരുന്നത്. 2090 സ്ക്വയർ ഫീറ്റിൽ ഇരുനിലയായിട്ടാണ് വീട് വന്നിട്ടുള്ളത്. 4 ബെഡ്റൂമുകളാണ് വന്നിട്ടുള്ളത്. താഴത്തെ ഫ്ലോറ് 1240 സ്ക്വയർ ഫീറ്റും മുകളിൽ 850 സ്ക്വയർ ഫീറ്റിലുമായിട്ടാണ് വീട് വരുന്നത്. അപ്പോൾ നമുക്കിനി ഓരോ കാര്യങ്ങളായിട്ട് നോക്കാം. സിറ്റ് ഔട്ട് വരുന്നത് ഓപ്പൺ സിറ്റ് ഔട്ടായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ വീടിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു ടൈല് തന്നെയാണ് ഇവിടെ സിറ്റ് ഔട്ടിലും ഇട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ സ്റ്റെപ്പുകളിൽ ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഡോറിൻ്റെ രണ്ട് സൈഡുകളിലായിട്ട് നല്ല ഭംഗിയുള്ള 2 ചെയറുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ടൊരു പ്ലാന്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴ്ഭാഗത്തായിട്ട് അവർ ആർട്ടിഫിഷ്യൽ ഗ്രാസാണ് കൊടുത്തിട്ടുള്ളത്. അവിടെ നമുക്ക് ഒറിജിനൽ പ്ലാന്റുകളൊക്കെ വേണമെങ്കിൽ വെക്കാം. പിന്നെ ഇതാ ഈ ഒരു സൈഡിലായിട്ട് ലിവിങ്ങിലേക്കുള്ള ഒരു പർഗോളകൾ വന്നിട്ടുണ്ട്. ലിവിങ്ങിലേക്കാണ് ഒരു വോള് വരുന്നത്. ലിവിങ്ങിൻ്റെ വോളായിട്ടാണ് വരുന്നത്. ചെയറുകൾ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്, നല്ല ക്യൂട്ടായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. പിന്നെ ഇതാ ഒരു മാറ്റാണെങ്കിലും ഒരു ബ്ലാക്ക് കളറ് സിറ്റ് ഔട്ടിന് മാച്ചായിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഓരോ കാര്യങ്ങളും നല്ല മാച്ചിങ് ആയിട്ടുള്ള കളറുകൾ എടുത്തു കഴിഞ്ഞാൽ എത്ര ചെറുതാണേലും അത് കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. നമുക്ക് ഒരുപാട് വീടും കാര്യങ്ങളൊക്കെ ഒരുപാട് വലുപ്പം വേണമെന്നുള്ളതല്ല, ഓരോ കാര്യങ്ങളും നമ്മൾ നല്ല മാച്ചായിട്ട് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അവനിതാ മെയിൻ ഡോറിലേക്ക് വന്നു കഴിഞ്ഞാൽ മാഷാ അല്ലാഹ് എന്നൊക്കെ എഴുതിയുള്ള ഒരു കാലിഗ്രഫിയൊക്കെ അവിടെയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡോറ് വരുന്നത് ഡബിൾ ഡോർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ തേക്കിലാണ് ഡോറ് ചെയ്തെടുത്തിട്ടുള്ളത്. ഡോറിൻ്റെ കട്ടിലകളെല്ലാം വരുന്നത് ഇരുമ്പിലാണ്. അതേപോലെ തന്നെ ഈ ഒരു മെയിൻ ഡോറും മുകളിലെ സിറ്റ് ഔട്ടിലേക്കുള്ള മെയിൻ ഡോറുമാണ് മരത്തിൽ കൊടുത്തിട്ടുള്ളത്. മറ്റുള്ള റൂമുകളുടെയൊക്കെ ഡോറ് റെഡിമെയ്ഡ് ഡോറുകളാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ നേരെ കടക്കുന്നത് ലിവിങ്ങിലേക്കാണ്. ലിവിങ്ങിലിതാ നല്ല ഭംഗിയിൽ സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കസ്റ്റമൈസ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇവർ ഈ സോഫ. അതേപോലെ തന്നെ ഒരു സൈഡിൽ വിൻഡോ വരുന്നുണ്ട്. ഈ ഒരു സൈഡിലായിട്ട് ഞാൻ പറഞ്ഞല്ലോ പർഗോളയാണ്, നമ്മൾ സിറ്റ് ഔട്ടിൽ നിന്ന് കണ്ടിട്ടുള്ള ഒരു പർഗോളയാണ് വന്നുള്ളത്. പിന്നെ കർട്ടൻസ് ആണെങ്കിൽ ഫാബ്രിക്കിൽ ഒരു നെറ്റ് ക്ലോത്ത് പോലെ നെറ്റ് ടൈപ്പിലുള്ള ഒരു കർട്ടൻസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ TV യൂണിറ്റ് ഇവിടെയാണ് വരുന്നത്. മുകളിൽ സീലിങ്ങിൽ സിമ്പിളായിട്ടുള്ള ലൈറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അതേപോലെ തന്നെ TV യൂണിറ്റിൽ പാനലിങ് ചെയ്തിട്ടുണ്ട്. ഒരു ബ്ലാക്ക് വുഡ് കളർ കോമ്പിനേഷനിലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ നേരെ നോക്കുന്ന സമയത്ത് നമുക്ക് കാണുന്ന ഒരു ലൈറ്റിംഗ് ഒക്കെ ഉണ്ടല്ലോ, വാഷ് ബേസിനാണ്. അപ്പോൾ നമ്മളിനി നേരെ പോകുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. ഈ ഡൈനിങ് ഏരിയയിലാണ് സ്റ്റെയർ എല്ലാം വരുന്നത്. അതേപോലെ തന്നെ ഒരു ബെഡ്റൂം, ഈ ഒരു റൈറ്റ് സൈഡിലായിട്ടൊരു ബെഡ്റൂമാണ് വരുന്നത്. 6 ചെയറുകൾ 6 സീറ്റുകളിൽ വരുന്ന ഒരു ഡൈനിങ് ടേബിളാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിന് നേരെ ഒരു മുകൾ ഭാഗത്തായിട്ടാണ് സ്റ്റെയർ വരുന്നത്. സ്റ്റെയറിൻ്റെ ചെറിയൊരു പോർഷൻ ആ ഒരു ഭാഗത്ത് ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റോമൻ കർട്ടൻസാണ് ഈ ഒരു വിൻഡോയിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇവരിവിടെ ഫ്ലോറിൽ വിരിച്ചിട്ടുള്ള ഈ ഒരു ടൈൽ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ട്. നമ്മൾ ഇറ്റാലിയൻ മാർബിൾ പോലെയൊക്കെ തോന്നിക്കുന്ന ആ ഒരു ടൈലാണ്. ബുക്ക് മാച്ചായിട്ട് വരുന്ന ഒരു 4 പീസ് എടുത്തു കഴിഞ്ഞാൽ ഒരു ഡിസൈൻ വരുന്ന ആ ഒരു ടൈലുണ്ടല്ലോ, അതാണ് ഇവർ എടുത്തിട്ടുള്ളത്. നമ്മുടെ അടുത്തുള്ളൊരു ഷോപ്പിൽ നിന്നാണ് ഇവർ എടുത്തിട്ടുള്ളത്. ഷോപ്പിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ പൂക്കാട്ടറി, നമ്മൾ എടയൂർ പൂക്കാട്ടറി എന്നൊക്കെ പറയും. വളാഞ്ചേരി സൈഡിൽ നിന്നൊക്കെ വരികയാണെങ്കിൽ പെരിന്തൽമണ്ണ ആ ഒരു ഭാഗത്തേക്ക് വരിക. അപ്പം ഏരിയൽ എന്നാണ് ഈ ഒരു ഷോപ്പിൻ്റെ പേര് വരുന്നത്. ഇനി ഇതാ വാഷ് ബേസിൻ ഏരിയയുടെ കാര്യം പറയുകയാണെങ്കിൽ നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. ഒരു ഇൻറ്റീരിയർ വർക്കിൽ പാനലിങ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു റൗണ്ടിലുള്ള ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇങ്ങനെ കൗണ്ടർ ടോപ്പിൽ വരുന്ന വാഷ് ബേസിനാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ബെഡ്റൂമുകൾ നോക്കാം. റെഡിമെയ്ഡ് ഡോറാണ് ഈ കാണുന്നത്. അതേപോലെ തന്നെ നല്ല വുഡൻ കളറിലാണ് ഈ വീടിൻ്റെ മറ്റ് കളറുകളോട് മാച്ച് ചെയ്തിട്ടുള്ള ഒരു വുഡൻ കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഡോറിനായിട്ട്. സിമ്പിളായിട്ട് അതേപോലെ തന്നെ നല്ല ഭംഗിയിലാണ് ഡോറ് വന്നിട്ടുള്ളത്. ഇനി ബെഡ്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ബെഡ് കോട്ടാണെങ്കിൽ അവർ കസ്റ്റമൈസ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ
4 വിൻഡോസാണ്, ഒറ്റ കള്ളിയിൽ വരുന്ന 4 വിൻഡോസാണ് വന്നിട്ടുള്ളത്. ബെഡ് കോട്ടൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. കാരണം നമുക്ക് പലരും ഈ ഒരു ഇൻറ്റീരിയർ വർക്കിലൊക്കെ അങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. മൾട്ടിവുഡിലൊക്കെ ചെയ്യുമ്പോൾ അത് എത്രത്തോളം ഈട് നിൽക്കും എന്നുള്ളത് അറിയില്ല. അതേപോലെ തന്നെ നമുക്ക് നോർമലി നമ്മൾ നല്ല മരത്തിൽ ചെയ്തെടുക്കുമ്പോൾ അതിനെന്തായാലും അതിൻ്റെ ഒരു ഗുണം ഉണ്ടാവുമല്ലോ. പിന്നെ ഇത് കബോർഡ്സൊക്കെ ഇങ്ങനെ വാർഡ്രോബുകളൊക്കെ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കളറിലാണ് വന്നിട്ടുള്ളത്. അതുപോലെ വിൻഡോസിലൊക്കെ കർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വീട്ടിലേക്ക് ഇതുപോലെ ഉണ്ടല്ലോ ഇൻറ്റീരിയർ വർക്കെല്ലാം ചെയ്യുന്ന സമയത്ത് ഓരോ സംഭവങ്ങളും നമ്മൾ നല്ല മാച്ചിങ് ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ വീടിൻ്റെ അകത്തുണ്ടല്ലോ വേറെ ലുക്ക് തന്നെ ആയി മാറും കേട്ടോ. നമുക്ക് ഓരോന്നും ഇതുപോലെ മാച്ചായി കിട്ടാനും ഒരു ലക്ക് തന്നെ വേണം കേട്ടോ. അതെന്തായാലും ഈ വീട്ടിൽ നല്ലപോലെ വന്നിട്ടുണ്ട്. ഇനി ഇതാ നമുക്ക് ബാത്റൂം ഡിസൈൻ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാം. അതിലെ ടൈലും കാര്യങ്ങളൊക്കെ ഒരുപാട് പേർക്ക് പുതിയ വീടൊക്കെ വെക്കുന്നവർക്ക് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുമല്ലോ. അപ്പോൾ ഇതാ ഒരു വൈറ്റ്, അതുപോലെ തന്നെ ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡിലാണ് ഈ ഒരു കളർ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത്. ഒരു സൈഡിലായിട്ട് ഇതാ ഗ്രീൻ കളർ മാത്രമായിട്ട് കൊടുക്കുക, 2 സൈഡിലായിട്ടും വൈറ്റ്, മറ്റു 3 സൈഡിലായിട്ടും വൈറ്റ് കളർ ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ താഴ്ഭാഗത്തായിട്ട് നമുക്ക് ചവിട്ടുന്ന ഒരു ഭാഗമുണ്ടല്ലോ, അവിടെയായിട്ടും ആ ഗ്രീൻ കളറാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ മാറ്റ് ഫിനിഷിലാണ് മറ്റേ ചുമരിൽ വരുന്നത് ഗ്ലോസി ടൈലുമാണ്. ഇനി നമുക്ക് സെക്കൻഡ് ബെഡ്റൂം ഒന്ന് കാണാം. താഴ്ഭാഗത്തായിട്ടുള്ള സെക്കൻഡ് ബെഡ്റൂമാണ്. ഡോറ് വന്നിട്ടുള്ള സെയിം ഡോർ തന്നെയാണ്, ആ ഡിസൈൻ തന്നെയാണ് വന്നിട്ടുള്ളത്. ബെഡ് കോട്ടൊക്കെ ഡിഫറെൻ്റാണ്, വേറൊരു ഡിസൈനിലാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഒറ്റ കള്ളിയിൽ വരുന്ന 4 വിൻഡോസാണ് ഈ റൂമിൽ കൊടുത്തിട്ടുള്ളത്. നേരത്തെ സെയിം നമ്മൾ മറ്റേ റൂമിൽ കണ്ടിട്ടുള്ള അതേപോലെ തന്നെയാണ് ഈ റൂമിലും കൊടുത്തിട്ടുള്ളത്. ബെഡ് കോട്ട് റെഡിമെയ്ഡ് തന്നെയാണ് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ളതിന് മറ്റൊരു മോഡലാണെന്ന് മാത്രം. ഈ ഒരു രീതിയിലാണെങ്കിൽ നമുക്ക് ക്ലീനിങ് ചെയ്യാനൊക്കെ ഭയങ്കരമായിട്ട് ഈസി ആയിരിക്കും കേട്ടോ. നമുക്ക് ഇൻറ്റീരിയർ ഡിസൈനിലൊക്കെ ചെയ്യുമ്പോൾ കാണാനായിട്ട് നല്ല ലുക്ക് ഉണ്ടെങ്കിലും അത് നമുക്ക് ക്ലീനിങ് ചെയ്യാനൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് വരും. അതുപോലെ തന്നെ ഒരു സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കോർണറിലായിട്ട് നല്ല ഭംഗിയിലുള്ളൊരു മിറർ കൊടുത്തിട്ടുണ്ട്. നല്ല ഹൈറ്റിൽ നല്ലൊരു മിറർ കൊടുത്തിട്ടുണ്ട്. അത് കാണാനായിട്ട് നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഇനി ഇതാ ഈ ഒരു ബെഡ്റൂമിൻ്റെ ഡോറ് തുറക്കുന്ന അതേ ആ ഒരു വാളിലായിട്ടാണ് ബാത്റൂം ആ ഒരു സൈഡിലായിട്ടാണ് വരുന്നത്. ബാത്റൂം ഡോറ് മറ്റൊരു ഡിസൈനിലാണ് കൊടുത്തിട്ടുള്ളത്. വുഡ് കളർ കോമ്പിനേഷൻ തന്നെയാണ്, എന്നാലും മറ്റൊരു ഡിസൈനാണ് വന്നിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള അതേ ഒരു കളർ കോമ്പിനേഷനിൽ ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിലും വൈറ്റ് അതുപോലെ തന്നെ ബ്ലൂ കളറിലാണ് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള അതേ ഒരു പാറ്റേണിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. കളർ ചേഞ്ച് ആയിട്ടുള്ളൂ എന്ന് മാത്രം. ഒരു ബ്ലൂ കളറിൻ്റെ അതേ മാറ്റ് ഫിനിഷാണ് താഴെയായിട്ടുള്ളത്. സ്പേസർ ഇട്ട് തന്നെയാണ് നേരത്തെ കണ്ടിട്ടുള്ളത്. അതേ സെയിം രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. ഈ ഒരു റൂമിൽ എനിക്ക് ഹൈലൈറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു മിറർ തന്നെയാണ്. കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. നമുക്ക് ഡ്രസ്സ് ചെയ്തിട്ടൊക്കെ ഫുള്ളായിട്ട് നമുക്ക് കാണാമല്ലോ. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ആ ഒരു മിറർ തന്നെ നല്ലൊരു ലുക്കുണ്ട് കാണാനായിട്ട്. പിന്നെ ഇതാ ഒരു സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. നേരത്തെ ഞാൻ വിട്ടുപോയി എന്ന് തോന്നുന്നു. ഒരു സൈഡ് ടേബിൾ കൂടെ ആ ഒരു റൂമിൽ വന്നിട്ടുണ്ട്. ഇനി ഇതാ സ്റ്റെയറിൽ വന്നിട്ടുള്ളത് 2 കളറിലായിട്ടാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ചവിട്ടുന്ന ഒരു ഭാഗത്തായിട്ട് വുഡൻ കളറിലുള്ള ടൈലും അതുപോലെ തന്നെ അവർ ഫ്ലോറിൽ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു ടൈലുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കത് മുകളിലേക്ക് പോകുമ്പോൾ ഡീറ്റെയിലായിട്ട് കാണുന്നതിന് മുൻപായിട്ട് കിച്ചണിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. ഒരു വുഡൻ കളറിലുള്ള ഡോർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. അതിൽ 2 കിച്ചണായിട്ട് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഡോറ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇത് ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളാണ്. നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കാൻ കഴിയുന്ന രീതിയിൽ ഇൻറ്റീരിയർ വർക്കിൽ ചെയ്തെടുത്തിട്ടുള്ളതാണ് ഈ ഒരു ടേബിൾ. അതുപോലെ തന്നെ ഒരു ചെറിയ വിൻഡോ വരുന്നുണ്ട്. പിന്നെ ഇവിടെ കോൺക്രീറ്റിൻ്റെ റാക്കുകളൊന്നും കൗണ്ടർ ടോപ്പുകളൊന്നും ഇവിടെ ചെയ്തിട്ടില്ല. നമ്മൾ മൊഡ്യുലാർ കിച്ചൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കോൺക്രീറ്റിൽ ചെയ്യുന്ന ആ ഒരു കൗണ്ടർ ടോപ്പുകൾ ഇപ്പോൾ കൂടുതലായിട്ടും അങ്ങനെ അധികം പേരും ഇങ്ങനെ ചെയ്യുന്നില്ല. ഏതാണ് ബഡ്ജറ്റ് കുറവെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. പക്ഷേ കോൺക്രീറ്റിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ ഫിക്സാണ് എന്നേക്കും. അത് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടില്ലാതെ മാറ്റാനായിട്ട് നമുക്ക് കഴിയില്ല. പക്ഷേ ഈ രീതിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഒന്ന് ചേഞ്ച് ചെയ്യണമെങ്കിലൊക്കെ നമുക്കൊന്ന് മാറ്റി വെക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ പിന്നെ അതിൻ്റെ അടുത്തായിട്ട് ഫ്രിഡ്ജ്, ഓവനൊക്കെ വന്നിട്ടുണ്ട്. കൗണ്ടർ ടോപ്പിലെല്ലാം നാനോ വൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കബോർഡ്സിനെല്ലാം അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീട്ടിലെ എല്ലാ വർക്കുകളും നല്ല ഭംഗിയിൽ തന്നെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. കബോർഡ് വർക്കുകളാണെങ്കിലും എല്ലാം നല്ല വൃത്തിയിൽ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് ഓവറായിട്ട് നമുക്ക് തോന്നിക്കാതെ ആ രീതി നല്ല ഭംഗിയിൽ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇവരുടെ ഒരു കിച്ചണ് വന്നു കഴിഞ്ഞാൽ കണ്ടാൽ 2
കിച്ചണായിട്ട് നമുക്ക് ഫീൽ ചെയ്യെങ്കിലും ആൾ വന്നു കഴിഞ്ഞാൽ ഇത് ഒരു കിച്ചണായിട്ട് തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഒരു ചെറിയൊരു ഈ ഒരു വാളിൻ്റെ വ്യത്യാസമേ ഉള്ളൂ രണ്ടും തമ്മിൽ. ഇതാ വിറകടുപ്പൊക്കെ ഇവിടെ ഈ ഒരു കിച്ചണിലാണ് വന്നിട്ടുള്ളത്. ഈ ഒരു സൈഡിലായിട്ടും ഇതുപോലെ കബോർഡ്സ് കൊടുത്തിട്ടുണ്ട്. ചിമ്മിനിയോട് കൂടിയിട്ടുള്ളത് തന്നെയാണ് കിച്ചൺ വരുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ഏരിയയിലാണ് സിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഗ്രിൽസൊക്കെ അവർ ഗ്ലാസ് വെച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ട്, ഓപ്പണായിട്ട് ഇട്ടിട്ടില്ല, അങ്ങനെയല്ല കേട്ടോ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഒരു സിങ്ക് ഏരിയയിലും അടുപ്പിൻ്റെ ചുറ്റിനൊക്കെ ആയിട്ട് ബ്ലാക്ക് കളറുള്ള ഗ്രാനൈറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ കിച്ചണിൽ സാധാരണ ഈ ഒരു ഭാഗത്തായിട്ട് എല്ലാവരും ഗ്രില്ലാണ് കൊടുക്കുന്നത്. അങ്ങനെ ഗ്രില്ലല്ല ഇവർ കൊടുത്തിട്ടുള്ളത്, ഡോർ തന്നെയാണ്. കട്ടില വന്നിട്ടുള്ള അങ്ങനെ ആ ഒരു ഡോർ തന്നെയാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. ബാക്ക് സൈഡിലായിട്ട് ഇതുപോലെ കുറച്ച് ഏരിയ ഉണ്ട്. അതിൽ കുറച്ച് കാര്യങ്ങൾ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അലക്ക് കല്ല്, കൊട്ടത്തളം, പുറത്തേക്കുള്ള ഒരു ബാത്റൂമും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് സ്ഥലം ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു തന്നെയാണ് കേട്ടോ. എല്ലാം നമുക്കൊരു യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയല്ലോ. ശരിക്കും നമ്മളൊരു വീടൊക്കെ വെക്കുമ്പോൾ നമുക്ക് മുൻപിലും ബാക്കിലൊക്കെ ഒരുപോലെ മുറ്റം ആവശ്യമാണ്. പലരും ചെയ്യുന്നുണ്ട്, മുൻപിൽ അത്യാവശ്യം നല്ല മുറ്റം എടുക്കും, ബാക്കിൽ തീരെ ഉണ്ടാവില്ല. ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് ബാക്കിലായിരിക്കും കൂടുതൽ ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. മുൻപിലൊക്കെ എപ്പോഴെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങളും വരുമ്പോഴുള്ള ഒരു ഇതേ ഉള്ളൂ. പക്ഷേ ബാക്കിലായിരിക്കും നമുക്ക് ഡെയിലി ഓരോ സംഭവങ്ങളും യൂസ് ചെയ്യാനൊക്കെ കാര്യങ്ങൾ വരുന്നത്. നമുക്ക് സ്ഥലം കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ബാക്കിലേക്ക് അത്യാവശ്യം മുറ്റം കാര്യങ്ങളൊക്കെ എടുക്കുക. അതുപോലെ തന്നെ സ്റ്റെയറിൽ ഇവർ കൊടുത്തിട്ടുള്ളത് 2 ടൈലാണ്. ഒന്ന് വുഡൻ ടൈലും പിന്നെ നമ്മൾ ഫ്ലോറിൽ അവർ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു ടൈലും കൂടെയാണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റെയറിൻ്റെ ഒരു ഹാൻഡ് റെയിലിലാണെങ്കിൽ GI പൈപ്പിലാണ് കൊടുത്തിട്ടുള്ളത്, വുഡൻ ബ്ലാക്ക് കളർ കോമ്പിനേഷനിൽ. ഏറ്റവും ടോപ്പിലായിട്ട് ഇതാ ഈ ഒരു സ്റ്റെയർ കയറി വരുന്ന ആ ഒരു ഭാഗത്ത് ഏറ്റവും ടോപ്പിലായിട്ട് ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. താഴ്ഭാഗത്തുള്ള 2 റൂമുകളുടെ ആ ഒരു സൈഡിലെ ആ ഒരു പൊസിഷനിലായിട്ട് തന്നെയാണ് മുകളിൽ 2 റൂമുകൾ വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, റൂമിൻ്റെ ഫുൾ വർക്കൊന്നും അങ്ങനെ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല അവർ. വീടിൻ്റെ മറ്റ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഫർണിച്ചറും കാര്യങ്ങളും അങ്ങനെ അവർ എടുത്തിട്ടില്ല എന്നേ ഉള്ളൂ. താഴത്തെ ഉള്ള അതേ ബാത്റൂമിൻ്റെ ഒരു കളർ ചേഞ്ച് കൊടുത്തിട്ടുണ്ട്. ബാത്റൂമിൻ്റെ ടൈലിന് വൈറ്റ് അങ്ങനെ 2 കളർ കോമ്പിനേഷനിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഗ്രീൻ കളറും വൈറ്റ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. സ്റ്റെയർ വിൻഡോയിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു വൈറ്റ് കളറുള്ള കർട്ടൻ നല്ല എസ്തെറ്റിക് വൈബ് കൊടുക്കുന്നുണ്ട് കേട്ടോ. താഴെ ഒരു ലിവിങ്ങിലും അവർ ഈ ഒരു ഫാബ്രിക്കിൻ്റെ കർട്ടൻസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നെറ്റ് ക്ലോത്താണ് കേട്ടോ അത്. പിന്നെ അതാ ഈ ഒരു കോർണറിലായിട്ടൊരു അയൺ ചെയ്യാനൊരു ടേബിൾ നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ മറ്റേ ഒരു മുകളിൽ 2 ബെഡ്റൂമാണ്, മറ്റു ബെഡ്റൂമിലുള്ള ഒരു ബാത്റൂമാണ് കേട്ടോ ഇത്. പിന്നെ ഇതാ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു ചെറിയ സിറ്റ് ഔട്ട് ഒരു ഏരിയ ആയിട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. മുകളിൽ സിറ്റ് ഔട്ടിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ഏരിയ ഉണ്ട്. ഫ്രീ ആയിട്ട് ഡ്രസ് ഏരിയ കിടക്കുന്നുണ്ട് കേട്ടോ. അവിടെ നല്ല ഗ്രീൻ ഗ്രാസ് ഉണ്ടല്ലോ, നമ്മൾ ആർട്ടിഫിഷ്യൽ ഗ്രാസ്, അതൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാകും കാണാനായിട്ട്. അവിടെ എന്തെങ്കിലും കുറച്ച് പ്ലാന്റ്സ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ കേട്ടോ. പിന്നെ ഇതാ മുകളിലുള്ള ഈ ഒരു മെയിൻ ഡോറും അത്യാവശ്യം നല്ല രീതിയിൽ ഡബിൾ ഡോർ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഒരു മരത്തിൽ തന്നെയാണ് ചെയ്തെടുത്തുള്ളത്. പിന്നെ അതാ നമ്മുടെ പുതിയ ചാനലാണിത്. ഇനിയും ഒരുപാട് ഹോം ടൂർ വീഡിയോസൊക്കെ അതിൽ അപ്ലോഡ് ആക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ആക്കാനൊന്നും മറക്കല്ലേ. അതുപോലെ സപ്പോർട്ട് ചെയ്തേക്കാനും മറക്കല്ലേ കൂട്ടുകാരെ.